ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ബ്രിഞ്ചാൾ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇതിനു വേണ്ടി ഒരു 2 കത്രിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ മറ്റേ നീള സൈസ് കത്രിക്കയായാലും കുഴപ്പമില്ല, ഏത് വെറൈറ്റി ആയിരുന്നാലും കുഴപ്പമില്ല. നമുക്ക് അത് നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് വരും. അപ്പോൾ നമുക്കിത് പറ്റണതുപോലെ സ്ലൈസ് ചെയ്ത്, അതായത് തിൻ സ്ലൈസ് ചെയ്ത് സോൾട്ട് വാട്ടറിൽ ഒരു 10 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പം ഞാൻ കട്ട് ചെയ്ത് കാണിക്കാനില്ല. പറ്റണതുപോലെ തിൻ സ്ലൈസ് ചെയ്താൽ മതി. അതുപോലെ ഓരോ പീസായിട്ട് എല്ലാം നമുക്ക് സ്ലൈസ് ചെയ്യാം. അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് ഞാൻ സോൾട്ട് വാട്ടറിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള മസാലകൾ നമുക്ക് എടുക്കാം. ഇത് വളരെ ടേസ്റ്റായിരിക്കും. ബ്രിഞ്ചാൾ കഴിക്കാത്തവർ പോലും നല്ലപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കും. കുട്ടികളൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഡിഷാണിത്. ഇതിനായിട്ടുള്ള മസാല എടുക്കാം. ഇതിൻ്റെ മസാലനായിട്ട് ഒരു 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അങ്ങനെ 1/2 കപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എടുക്കാം. ഇത് കൂടിപ്പോയാൽ നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട, അതുകൊണ്ടാണ്. ഇത് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നിങ്ങൾ ഏത് കപ്പിലെടുക്കണോ അതിൻ്റെ ഹാഫ്, അതായത് ഞാനിപ്പോൾ 1/2 കപ്പ് യൂസ് ചെയ്ത് ഇത് ഒരു 1/4 കപ്പ്. ഇത് 1/2 കപ്പ് കടലമാവിന് 1/4 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഏത് കപ്പിലാണ് എടുക്കണോ അതിൻ്റെ ഹാഫ് എടുത്താൽ മതിയാകും. കടലമാവ് എടുക്കുന്നതിൻ്റെ ഹാഫ് അരിപ്പൊടി എടുത്താൽ മതിയാകും. ഇതിലേക്ക് ഞാനിപ്പം 1 ടീസ്പൂൺ ജീരകപ്പൊടി ഇടുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇടുന്നുണ്ട്. ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഉപ്പിടാം. നമുക്ക് ബ്രിഞ്ചാളിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ മാവിന് ആവശ്യമായിട്ട് ശകലം ഉപ്പിടാം. 1/4 ടീസ്പൂൺ ഉപ്പിട്ട 1/4 ടീസ്പൂൺ ഉപ്പ് മതിയാകും. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾ വെള്ളം ഒന്നും ആഡ് ചെയ്യരുത്, കൈകൊണ്ട് തന്നെ വേണമെങ്കിൽ മിക്സ് ചെയ്തേക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മസാലകൾ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ സോൾട്ട് വാട്ടറിൽ നിന്ന് ഇതുപോലെ ഒരു തുളവുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്, ആ വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട്. നിങ്ങൾ 10 മിനിറ്റിനേക്കാളും അല്പം കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ 10 മിനിറ്റ് മിനിമം ഒരു 10 മിനിറ്റെങ്കിലും ഇട്ടിരിക്കണതാണ് നല്ലത്. പറ്റണത് തിൻ സ്ലൈസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ അത് മൊരിഞ്ഞ് കിട്ടും ഫാസ്റ്റായിട്ട്. അതുകൊണ്ടാണ് പറയണത് തിൻ സ്ലൈസ് ആക്കാൻ. ഓരോ കഷ്ണങ്ങളും ഒന്ന് തുടച്ചെടുക്കണം. അതായത് ഒരു തുണി കൊണ്ടോ ഒരു ടിഷ്യൂ കൊണ്ടോ ഒന്ന് ഒപ്പിയെടുക്കുക. നമുക്ക് മസാല ഇതിൽ ഡസ്റ്റ് ചെയ്താണ് ഫ്രൈ ചെയ്യണത്, അതുകൊണ്ട് ഈർപ്പം പോകാൻ ഒന്ന് ഒപ്പിയെടുക്കാം. എല്ലാം തുണി കൊണ്ട് എടുത്താലും മതിയാകും. അപ്പോൾ ഓരോ കഷ്ണമായിട്ട് നമുക്കൊന്ന് തുണി എന്തെങ്കിലും വെച്ച് ഒന്ന് ഒപ്പിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളൊരു കിച്ചൺ ടവലിൽ വെച്ച് തുടച്ചാലും മതിയാകും, ടിഷ്യൂ ഇല്ലെങ്കിൽ. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആകത്തില്ല, ലൈറ്റായിട്ട് വെറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പം നമുക്കിതിലിപ്പം ആ പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരിക്കണ ആ പൊടികൾ അതിലോട്ടൊന്നിങ്ങനെ ഇട്ടിട്ട്, ഇത്രയേ ഉള്ളൂ, ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇടുന്നുണ്ട്, നേരത്തെ ഇടാൻ എനിക്ക് വിട്ടുപോയി. ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ, കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് കുറച്ചായിട്ട് ഇതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാം. നിങ്ങൾ തുടച്ചാലും കുറച്ച് ഈർപ്പം ഉണ്ടായിരിക്കും, അതിൽ നമുക്കിത് ഈ പൗഡർ അങ്ങ് ഒട്ടിപ്പിടിച്ചോളും. നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. ഫ്രൈ ആയതിനൊന്ന് തിരിച്ചിടാം. ഒന്ന് മൊരിയുമ്പോൾ അറിയാം, അപ്പോൾ നമുക്ക് മാറ്റിയാൽ മതിയാകും. കരിയാതെ എല്ലാം ഒന്ന് കളർ മാറ്റി മൊരിച്ചെടുക്കാം. നമുക്ക് ഇത് എളുപ്പത്തിൽ തന്നെ ഫ്രൈ ആയി കിട്ടും. നിങ്ങൾക്ക് ഒരു ബ്രിഞ്ചാൾ എടുത്താൽ തന്നെ കുറേ കിട്ടും നിങ്ങൾക്ക്. ഞാനിപ്പോൾ 2 എണ്ണം എടുത്തതുകൊണ്ട് എനിക്ക് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്ത് മാറ്റുകയാണ്. ഇതുപോലെ ഇടയ്ക്ക് ഓയിൽ കഴിയുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പോലെ ഇടയ്ക്ക് ഓയിൽ ഒഴിച്ചു വിട്ടാൽ മതിയാകും. എപ്പോഴും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒരു ശകലം ഓയിൽ ഒഴിച്ചാൽ മതിയാകും. ഞാനിപ്പോൾ പൊടികൾ എല്ലാം മിക്സ് ചെയ്തിട്ട് ഇത്രയും ബാലൻസ് വന്നിട്ടുണ്ട്. അത് കുറേ ശരിക്കും കൂടുതൽ ബാലൻസ് വന്നിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഫ്രൈ ചെയ്യണതുകൊണ്ട് ഇത് യൂസ് ചെയ്യണം. നിങ്ങളിപ്പോൾ കുറച്ച് മതിയെങ്കിൽ ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെച്ച് എടുക്കാം. 3 ടേബിൾ സ്പൂൺ കടലമാവും അതിൻ്റെ ഹാഫ് 1.5 ടേബിൾ സ്പൂൺ അരിമാവും അങ്ങനെ എടുത്ത് നിങ്ങൾ മസാലയും അല്പം കുറച്ച് നിങ്ങൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. ഫസ്റ്റ് ടൈം ഉണ്ടാക്കണമെങ്കിൽ ഞാനിതിപ്പോൾ കൂടുതൽ മിക്സ് ചെയ്ത് എനിക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യണതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ബ്രിഞ്ചാൾ ഫ്രൈ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് എളുപ്പത്തിൽ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്.
എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ കുട്ടികൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ അതായത് ആ മസാല അല്പം പൊടിഞ്ഞ് പാനിൽ വീഴുകയാണെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അടുത്ത് അല്പം ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യണം. അല്ലെങ്കിൽ മസാല വീഴുമ്പോൾ അത് ഓയിലെല്ലാം വേസ്റ്റായി പോകും. നിങ്ങൾ സെക്കൻഡ് ടൈം ഒഴിക്കുമ്പോൾ ഓയിൽ വേസ്റ്റായി പോകും. അതുകൊണ്ട് ഒരു ശകല എണ്ണ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഇത് ഫ്രൈ ആണ്. അതുകൊണ്ട് ഒന്ന് കളർ മാറിയിട്ട് എടുത്താൽ മതിയാകും. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് എടുക്കുകയാണെങ്കിൽ കുറച്ച് ഓയിലിൽ തന്നെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഇട്ടിട്ട് നെക്സ്റ്റ് നിങ്ങളത് ക്ലീൻ ചെയ്തിട്ട് അല്പം ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ മനേറാസ് ബോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ല സോഫ്റ്റാണിത്. കാണിച്ചു തരാം ഞാൻ. കണ്ട നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. താങ്ക് യു.